ഗർഭപാത്രത്തിലെ അപകടകാരികളായ സിസ്റ്റുകൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ DM സംസാരിക്കുന്നു. സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന അവയവങ്ങളാണ് ഗർഭപാത്രം അഥവാ യൂട്രസ്. അതിൻ്റെ ഇരുവശങ്ങളിലായും അണ്ഡവാഹിനി കുഴലുകൾ അഥവാ ഫലോപ്പിയൻ ട്യൂബുകൾ. അണ്ഡവാഹിനി കുഴലുകളുടെ അറ്റത്തായി വെളുത്ത നിറമുള്ളതും ഓവൽ ആകൃതിയിലുള്ളതുമായ 2 അണ്ഡാശയങ്ങൾ അഥവാ ഓവറീസ്. സിസ്റ്റുകൾ എന്നാൽ ദ്രാവകം കൊണ്ട് നിറഞ്ഞ മുഴകൾ എന്നാണ് ലളിതമായി പറഞ്ഞാൽ അർത്ഥം. പ്രധാനമായും ഇവ കണ്ടുവരുന്നത് ഗർഭപാത്രത്തിനടുത്തുള്ള അണ്ഡാശയങ്ങളിലാണ്. അണ്ഡവാഹിനി കുഴലുകളിലും ഈ സിസ്റ്റുകൾ രൂപാന്തരപ്പെടാറുണ്ട്. വളരെ ചെറുതും നിരുപദ്രവകാരികളുമായ സിസ്റ്റുകൾ മുതൽ ക്യാൻസർ വരെയുള്ള മുഴകൾ സിസ്റ്റുകളായി കാണപ്പെടുന്നു. ഇവയുടെ ലക്ഷണങ്ങളും ചികിത്സാരീതികളുമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആർത്തവവിരാമത്തിനു മുമ്പ് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സിസ്റ്റുകൾ കാണപ്പെടുന്നതായി പറയപ്പെടുന്നു. ആർത്തവവിരാമം കഴിഞ്ഞാൽ 18% സ്ത്രീകളിൽ സിസ്റ്റുകൾ കാണപ്പെടുന്നു. ഗർഭസ്ഥ ശിശുക്കളിലും നവജാത ശിശുക്കളിലും കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ ട്യൂമറുകൾ ഓവേറിയൻ സിസ്റ്റാണെന്ന് പറയുന്നു. ഇത് ഏകദേശം 30%. ഏതൊക്കെ തരത്തിലാണ് സിസ്റ്റുകൾ കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നോർമൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട് സിസ്റ്റുകൾ ഉണ്ടാകാറുണ്ട്. അതായത് ആർത്തവ സമയത്ത് വലുതാകുന്ന ഫോളിക്കിളുകൾ തുടർന്ന് നിലനിൽക്കുകയാണെങ്കിൽ അത് ഫങ്ഷണൽ സിസ്റ്റുകളായി രൂപപ്പെടാം. ഇവ പൊതുവെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുകയും സ്വമേധയാ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചില സിസ്റ്റുകൾ എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായി കാണും. ഇവ വലിപ്പമുള്ള സിസ്റ്റുകളാകാറുണ്ട്. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് ഇവ അറിയപ്പെടുന്നു. കാരണം ഇവയുടെ ഉള്ളിൽ ചോക്ലേറ്റിനോട് സാദൃശ്യമുള്ള ഒരു ദ്രാവകമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇവ ക്യാൻസർ പോലെയുള്ള സിസ്റ്റുകളല്ലെങ്കിലും ഗർഭപാത്രത്തിലും മറ്റ് അവയവങ്ങളിലും ഒട്ടലുകൾ ഉണ്ടാക്കാം. വന്ധ്യത പോലെയുള്ള സങ്കീർണതകൾ സൃഷ്ടിക്കാൻ കാരണമാകും. പലപ്പോഴും അണ്ഡാശയങ്ങളിൽ രൂപപ്പെടുന്ന ക്യാൻസറുകൾ വളരെക്കാലം ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. കൂടിയ സ്റ്റേജുകളിൽ മാത്രം ലക്ഷണമുണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്താണ് ഈ സിസ്റ്റുകളുടെ ലക്ഷണങ്ങൾ? അണ്ഡാശയത്തിലെ സിസ്റ്റുകൾ ഭൂരിപക്ഷവും ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവയാണ്. നാം പലപ്പോഴും മറ്റു പല അസുഖങ്ങൾക്കും വേണ്ടി വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇവ ശ്രദ്ധിക്കപ്പെടുന്നത്. ഉദാഹരണമായി കിഡ്നി സ്റ്റോണിന് വേണ്ടി നാം സ്കാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു സിസ്റ്റ് കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഇവ പലപ്പോഴും ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വളരെ വേഗമായിട്ടുള്ളതും നോൺ സ്പെസിഫിക് ആയിട്ടുള്ളതുമായ ലക്ഷണങ്ങൾ കാണപ്പെടാം. അടിവയറ് വേദന, വയറുപെരുക്കം, ഗ്യാസ് പോലെയുള്ള അസ്വസ്ഥത, മാസമുറയിലെ വ്യതിയാനം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സാധാരണയായി കണ്ടുവരാറുണ്ട്. പലപ്പോഴും നാം ഇത് കാര്യമാക്കാറുമില്ല. എന്നാൽ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായാൽ കൃത്യമായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുകയും പരിശോധിക്കുകയും വേണം. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഭൂരിപക്ഷം സിസ്റ്റുകളും കണ്ടെത്താൻ കഴിയും. പലപ്പോഴും ശക്തമായ വയറുവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളുമായി വരുമ്പോൾ സിസ്റ്റുകൾ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് നാം സംശയിക്കണം. എന്താണ് ഈ സങ്കീർണതകൾ? 1. റപ്ചർ അഥവാ സിസ്റ്റുകൾ പൊട്ടി ആന്തരികമായി രക്തസ്രാവമുണ്ടാകുന്ന അവസ്ഥ. 2. ടോർഷൻ അഥവാ സിസ്റ്റ് തിരിയുന്ന അവസ്ഥ. ഇത് രണ്ടും വളരെ അടിയന്തരമായി കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. ഭൂരിഭാഗം തവണയും എമർജൻസി സർജറി അഥവാ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരാറുണ്ട്. സിസ്റ്റുകൾ തിരിയുമ്പോൾ കഠിനമായ വേദന ഉണ്ടാവുകയും അണ്ഡാശയത്തിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്യുന്നു. അൾട്രാസൗണ്ടിനോടൊപ്പം ഡോപ്ലർ സ്കാനും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് നിർണ്ണയിക്കാൻ കഴിയും. പലപ്പോഴും അടിയന്തര ശസ്ത്രക്രിയ ചെയ്ത് സിസ്റ്റിനെ പൂർവ്വസ്ഥിതിയിലാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഓവറിയിലേക്കുള്ള രക്തയോട്ടം നിലച്ച് ആ ഓവറിയുടെ പ്രവർത്തനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, ഡെർമോയിഡ് സിസ്റ്റ്, മ്യൂസിനസ് സിസ്റ്റ് അഡിനോമ ഇവയൊക്കെയാണ് വലിപ്പം വയ്ക്കാൻ സാധ്യതയുള്ളതും എന്നാൽ ക്യാൻസറസ് അല്ലാത്തതുമായ സിസ്റ്റുകൾ. റപ്ചർ, ടോർഷൻ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവയുമാണ്. സിസ്റ്റുകൾ എപ്പോഴാണ് കൂടുതൽ അപകടകാരികളാകുന്നത്? നാം പറഞ്ഞു, അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് സിസ്റ്റുകൾ കണ്ടെത്തുന്നത്. സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റുകളുടെ എണ്ണം, അതിൻ്റെ വലിപ്പം, സ്വഭാവം എന്നിവ തിരിച്ചറിയാൻ സാധിക്കും. സിസ്റ്റുകൾ 2 വശങ്ങളിലും രൂപപ്പെടുക, സിസ്റ്റുകൾക്ക് ഒന്നിലധികം അറകൾ ഉണ്ടാവുക, അതിന് കട്ടിയുള്ള പാർട്ടീഷൻ ഉണ്ടാവുക, സോളിഡ് ഏരിയ അഥവാ കട്ടിയുള്ള ഖരരൂപത്തിലുള്ള ഭാഗങ്ങൾ ഉണ്ടാവുക, ഇവയൊക്കെയാണ് ഒരു സിസ്റ്റ് മാലിഗ്നൻസി അഥവാ ക്യാൻസർ സാധ്യതയുള്ള സിസ്റ്റായി സംശയിക്കേണ്ട ഘടകങ്ങൾ. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റ് കാണുകയാണെങ്കിൽ നാം വളരെ ശ്രദ്ധയോടെ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് പരിശോധനകളും വേണ്ട ചികിത്സയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ട്യൂമർ മാർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. പ്രധാനമായും CA-125 എന്ന ടെസ്റ്റാണ് ഓവറിയിലെ സിസ്റ്റിന് വേണ്ടി ചെയ്യുന്നത്. CEA, CA-19.9 തുടങ്ങിയവയും ട്യൂമർ മാർക്കേഴ്സിന്റെ ഗണത്തിൽ പെടുന്നു. അണ്ഡാശയത്തിൽ തന്നെ ഉണ്ടാകുന്ന ക്യാൻസറുകളും, അതായത് പ്രൈമറി മാലിഗ്നൻസി, മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യാപിച്ച് അണ്ഡാശയത്തിൽ സിസ്റ്റായി രൂപപ്പെടുന്ന ക്യാൻസറുകളും ഉണ്ട്. ഇതിന് സെക്കൻഡറി മാലിഗ്നൻസി എന്ന് പറയുന്നു. ഇനി കുട്ടികളിൽ സിസ്റ്റുകൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാം.
പ്രായം കുറഞ്ഞ ആൾക്കാർ വയറുവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളുമായി വരുമ്പോൾ സിസ്റ്റ് ടോർഷൻ അഥവാ സിസ്റ്റ് തിരിയൽ, റപ്ചർ, സിസ്റ്റ് പൊട്ടുക തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് സംശയിക്കണം. എന്നാൽ കുട്ടികളിലും അപകടകാരികളായ അഥവാ ക്യാൻസർ ആയിട്ടുള്ള സിസ്റ്റുകൾ കാണപ്പെടാറുണ്ട്. കുട്ടികളിൽ കൂടുതലും സോളിഡ് ട്യൂമേഴ്സ് അഥവാ ഖരരൂപത്തിലുള്ള ഭാഗങ്ങളുള്ള മുഴകളാണ് കാണാറുള്ളത്. ഇവയുടെ പരിശോധനയിൽ LDH, β-HCG, ആൽഫ ഫീറ്റോപ്രോട്ടീൻ തുടങ്ങിയ ട്യൂമർ മാർക്കേഴ്സാണ് നാം പരിശോധനയിൽ ചെയ്യുന്നത്. സംശയകരമായ സിസ്റ്റുകൾ നാം CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷണൽ സിസ്റ്റുകൾ അഥവാ പീരീഡ്സുമായി ബന്ധപ്പെട്ട സിസ്റ്റുകൾ സാധാരണയായി തനിയെ ചുരുങ്ങിപ്പോകാറുള്ളവയാണ്. ഇവയ്ക്ക് പ്രത്യേക ചികിത്സ ആവശ്യം വരാറില്ല. ചില സിസ്റ്റുകൾ ഹോർമോൺ ടാബ്ലറ്റുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാം. ഇവയ്ക്കെല്ലാം കൃത്യമായ ചികിത്സയും ഫോളോ അപ്പും ആവശ്യമാണ്. വലിപ്പമുള്ള സിസ്റ്റുകൾ 7 മുതൽ 8 സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള സിസ്റ്റുകൾ സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടി വരും. 2 രീതിയിൽ ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. ഒന്ന് കീഹോൾ അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പിക് സർജറി എന്നറിയപ്പെടുന്നു. 2 ഓപ്പൺ സർജറി അഥവാ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയ, ലാപ്രോട്ടമി എന്നറിയപ്പെടുന്നു. കുട്ടികളിലും പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഫാമിലി കംപ്ലീറ്റ് ആകാത്തവരിലും ഓവേറിയൻ സിസ്റ്റക്ടമി അഥവാ സിസ്റ്റ് മാത്രം റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അണ്ഡാശയത്തിന്റെ അസുഖം ബാധിച്ചിട്ടില്ലാത്ത ഭാഗം സംരക്ഷിക്കാൻ കഴിയും. ഇതിലൂടെ അണ്ഡാശയത്തിന്റെ പ്രവർത്തനത്തിൽ വ്യതിയാനം വരാതെ നിലനിർത്താം. ആർത്തവവിരാമത്തിന് ശേഷം വരുന്ന സിസ്റ്റുകൾ ക്യാൻസർ ആകാൻ സാധ്യത കൂടിയവയാണ്. വലിപ്പമുള്ള സിസ്റ്റുകൾ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ സാധാരണ സിസ്റ്റിൽ നിന്നും വ്യത്യാസമുള്ള മുഴകൾ, ബ്ലഡ് ടെസ്റ്റിൽ ട്യൂമർ മാർക്കേഴ്സ് കൂടി നിൽക്കുന്ന സിസ്റ്റുകൾ, CT അല്ലെങ്കിൽ MRI പരിശോധനയിൽ ക്യാൻസർ സാധ്യതയുള്ള സിസ്റ്റുകൾ, ഇവയെല്ലാം നാം സർജറിയിലൂടെയാണ് ചികിത്സിക്കുന്നത്. ക്യാൻസർ സംശയിക്കുന്ന സിസ്റ്റുകൾക്ക് സാധാരണയായ ചികിത്സ ഗർഭപാത്രവും 2 അണ്ഡാശയങ്ങളും നീക്കം ചെയ്യുന്ന സർജറിയാണ്. ഇതിനെ തുടർന്ന് കീമോതെറാപ്പിയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. സ്റ്റേജിംഗ് ലാപ്രോട്ടമി എന്ന വിശദമായ സർജറിയിലൂടെയാണ് അണ്ഡാശയ ക്യാൻസറിന്റെ സ്റ്റേജും ടൈപ്പും ഒക്കെ കണ്ടെത്തുന്നത്. ഇതനുസരിച്ചാണ് കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. വളരെയധികം വ്യാപിച്ച ക്യാൻസറിന് ചിലപ്പോൾ സർജറിക്ക് മുമ്പ് അസുഖത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കീമോതെറാപ്പി കൊടുത്ത ശേഷം സർജറി ചെയ്യാറുണ്ട്. ഓവറിയിലെ ക്യാൻസർ വന്നവരിൽ BRCA1, BRCA2 എന്നീ ജനിതക പരിശോധനകൾ ചെയ്യാറുണ്ട്. BRCA2 അല്ലെങ്കിൽ BRCA1 പോസിറ്റീവ് ഉള്ള ക്യാൻസർ ഉള്ളവർ അവരുടെ ഫാമിലി സ്ക്രീനിംഗ് അഥവാ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും സ്ക്രീനിംഗ് വേണം. കാരണം ജനിതക വ്യതിയാനങ്ങൾ പാരമ്പര്യമായി വന്നാൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ളവയാണ്. ചിലർക്ക് ക്യാൻസർ വരാതിരിക്കാൻ ഓവറി നേരത്തെ റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. കുട്ടികളിൽ അപൂർവമായാണെങ്കിലും അണ്ഡാശയത്തിലെ ക്യാൻസർ മുഴകൾ വരാറുണ്ട്. ജേം സെൽ ട്യൂമേഴ്സ് എന്നുള്ള ഇനത്തിലുള്ള ക്യാൻസറാണ് കുട്ടികളിൽ കാണുന്നത്. കുട്ടികളിൽ സാധാരണയായി അസുഖം ബാധിച്ച അണ്ഡാശയം നീക്കം ചെയ്യുകയും പിന്നീട് കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഇതിന്റെ വ്യാപനവും തിരിച്ചുവരവും ഒഴിവാക്കുകയും ചെയ്യാം. ഫ്രോസൺ സെക്ഷൻ എന്നൊരു പരിശോധനയും ലഭ്യമാണ്. അതായത് സർജറി സമയത്ത് ക്യാൻസറിന്റെ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി നോക്കുകയും അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കംപ്ലീറ്റ് സർജറി ചെയ്യണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അണ്ഡവാഹിനി കുഴലിൽ നിന്നുള്ള കോശങ്ങൾ അണ്ഡാശയ ക്യാൻസറിന്റെ ഉത്ഭവത്തിന് കാരണമാകാം. അതിനാൽ അണ്ഡാശയത്തോടൊപ്പം അണ്ഡവാഹിനി കുഴലുകളും നീക്കം ചെയ്യുന്നത് ക്യാൻസർ പ്രതിരോധത്തിന് സഹായിക്കും. ഇങ്ങനെയുള്ള ക്യാൻസർ എങ്ങനെ തടയാം, അല്ലെങ്കിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യം സാധാരണമാണ്. ജനറ്റിക് മ്യൂട്ടേഷൻ, ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, കുടലിലെ ക്യാൻസർ ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. ജനിതക ഘടകങ്ങളെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതശൈലിയിലൂടെയും ആഹാരക്രമത്തിലൂടെയും ഹോർമോണുകളുടെ വ്യതിയാനവും PCOD പോലെയുള്ള അസുഖവും നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സിസ്റ്റുകൾ രൂപപ്പെടുന്നത് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാം. വളരെ നേരത്തെയുള്ള ആർത്തവവും താമസിച്ചുള്ള ആർത്തവ വിരാമവും പൊണ്ണത്തടിയുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിലെ നിയന്ത്രണം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിലുപരി അസുഖം വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതും കൃത്യമായി ചികിത്സിക്കുന്നതും നമുക്ക് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങളാണ്. ഗർഭപാത്രത്തിലെ അപകടകാരികളായ സിസ്റ്റുകൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ DM സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shaka